ഹലോ ഗായ്സ്. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. ആരും ഓഫർ ടൈമിൽ ഒരു ഹെയർ ട്രീറ്റ്മെന്റും ചെയ്യാണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും. സ്പെഷ്യലി പറയുവാണെങ്കിൽ ബോട്ടോക്സ്. എൻ്റെ സെക്കൻഡ് ബോട്ടോക്സിൽ എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടായി. ആൻഡ് എൻ്റെ മുടിയാണെങ്കിൽ ഭയങ്കര കുറ്റിച്ചൂല് പോലെ ആയി തുടങ്ങി മുടിയൊക്കെ കിട്ടുമ്പോൾ. അങ്ങനെ ഞാൻ ഒന്ന് വെട്ടി ഒന്ന് ലെവലാക്കാമെന്ന് വിചാരിച്ചു. നല്ല വിഷമം ഉണ്ടായിരുന്നു, കാരണം കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും വലുതാക്കി വളർത്തിയതായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കാക്കനാട് എന്നുള്ള ഒരു പാർലറിലാണ് ഞാൻ പോയത്. ബോട്ടോക്സ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് തന്നെ നോർമലായിട്ട് ഹെയർ കട്ട് ചെയ്യണ പോലെ നമുക്ക് ഒരിടത്തും ചെല്ലാൻ പറ്റില്ല. വടി പോലെ കിടക്കുമ്പോൾ നമുക്ക് ലെയേഴ്സോ കാര്യങ്ങളോ ഒന്നും വെട്ടിയിട്ട് ഒരു കാര്യമില്ല. ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെയർ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ ചെല്ലുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഹെയർ കട്ട് ചെയ്യണ ചേട്ടന് തന്നെ ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ മുടി വെട്ടാൻ. പക്ഷെ ചേട്ടനും പറഞ്ഞു എൻ്റെ മുടിക്ക് കുറെ ഡാമേജസ് ഉണ്ട്, അതുകൊണ്ട് വെട്ടുന്നത് നല്ലതായിരിക്കും എന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങളും രണ്ടുപേരും വിഷമിച്ചാണ് മുടിയൊന്ന് വെട്ടിയെടുത്തത്. ഞാനൊരു ലെങ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചേട്ടനോട്. അതനുസരിച്ച് ആ ചേട്ടൻ എനിക്ക് വോളിയം ഉള്ള രീതിയിൽ ഒരു ഹെയർ കട്ടാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. പുള്ളിയുടെ രീതിയിലാണ് എനിക്ക് തന്നത്. ഞാനായിട്ട് ഒന്നും കൊണ്ടേ കൊടുത്തിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഇച്ചിരി ഇറക്കം കുറഞ്ഞോ അല്ലെങ്കിൽ ഇച്ചിരി അലമ്പാവോ എന്നൊക്കെ പേടിച്ചു. പക്ഷെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ ശരിയാണ്, ലേയേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ലെങ്ത് കുറവ് തോന്നും. പക്ഷെ ബാക്ക് സൈഡിൽ ലെങ്ത് അത്യാവശ്യമുണ്ട്. ആ ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ എനിക്കും ഒരു കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ഹെയർ കട്ട് പാർലറിൽ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴത്തേനും ലെങ്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകുമോ എന്നൊക്കെയായിരുന്നു. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തതെന്ന് ചേട്ടൻ നല്ല സെറ്റപ്പ് ആക്കിയൊക്കെ തന്നപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ചേട്ടൻ എന്നോട് കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലപോലെ ഇങ്ങനെ നോക്കണം അങ്ങനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഫൈനൽ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മേ ബി എൻ്റെ നോർമൽ ഹെയർ ആയിരുന്നെങ്കിൽ എനിക്ക് ഫസ്റ്റ് ബ്ലോ ഡ്രൈയിൽ മാത്രമേ എനിക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. ഇത് മേ ബി എൻ്റെ ഹെയർ ബോട്ടോക്സ് ചെയ്തുകൊണ്ടായിരിക്കാം, ട്രീറ്റഡ് ഹെയർ ആയതുകൊണ്ട് ഈ ഒരു ഹെയർ കട്ട് വന്നപ്പോഴത്തേനും ബ്ലോ ഡ്രൈ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ പോലും നെക്സ്റ്റ് ഡേയിൽ വാഷ് ഓഫിൽ തന്നെ എനിക്ക് അങ്ങനെ മുടിയൊന്നും പൊട്ട ലുക്കിലോട്ടൊന്നും പോയില്ല. ഭാഗ്യത്തിന് ഉള്ളിൽ വിഷമം ഉണ്ടായിരുന്നു ആ ഒരു ലോങ് ഹെയർ പോയതിൻ്റെ. പക്ഷെ ഈ ഒരു ഷോർട്ട് ഹെയറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നു, മുടിയൊന്നും നോക്കാൻ സമയമില്ല. അപ്പം പിന്നെ ഇതങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ തൃപ്തിപ്പെട്ടു. മെയിൻറ്റെയിൻ ചെയ്യേണ്ടാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. മുടിയല്ലേ ഇനിയും വളരും. പിന്നെ എൻ്റെ വീട്ടുകാരെൻ്റെ എല്ലാ തോന്നിവാസത്തിനും കൂട്ട് നിൽക്കണോണ്ട് ഞാനും ഹാപ്പി, അവരും ഹാപ്പി. എനിക്ക് ഈ ഹെയർ കട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.